everyone. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോഡേൺ വേൾഡ് ഹിസ്റ്ററിയാണ്. മോഡേൺ വേൾഡ് ഹിസ്റ്ററിയിലെ റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് കൊളോണിയലിസം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. We have already studied about colonialism in Africa. In the last class, we have studied about colonialism in Asia in general. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഏഷ്യയിലെ കൊളോണിയലിസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ചൈനയിലൂടെയാണ്. സോ ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് കൊളോണിയലിസം ഇൻ ചൈന. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ ടോപ്പിക് colonialism in China. Colonialism in China established during the 19th century, exactly by the 1830s. 1830കളോട് കൂടിയിട്ടാണ് കൊളോണിയലിസം ചൈനയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. Which initially started in only a few port cities, gradually expanded over time and continued for more than a century. പതുക്കെ ചൈനയിലെ എല്ലായിടത്തേക്കും അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഏകദേശം ഒരു 100 വർഷത്തോളം ചൈനയിൽ കൊളോണിയൽ റൂള് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഫൈനലി ടു ദ എൻഡ് ഇൻ 1945, അതായത് സെക്കൻഡ് വേൾഡ് വാറോട് കൂടിയിട്ട്, എസ്പെഷ്യലി ആഫ്റ്റർ ദ ഡിഫീറ്റ് ഓഫ് ജപ്പാൻ ഇൻ 1945, ദ കൊളോണിയലിസം കെയിം ടു ആൻ എൻഡ്. 1800കളുടെ തുടക്കത്തിൽ നിന്ന് നമുക്ക് തുടങ്ങുന്ന കൊളോണിയലിസം പിന്നീട് 1945 സെക്കൻഡ് വേൾഡ് വാറിൽ ജപ്പാൻ്റെ പരാജയത്തോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത്. അത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു കൊളോണിയൽ റൂളാണ് നമുക്ക് ചൈനയിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ബിഫോർ ദി വെസ്റ്റേൺ കൊളോണിയലിസം, China was ruled by the Manchu dynasty since the 17th century. മഞ്ജു റൂളായിരുന്നു, അല്ലെങ്കിൽ ക്വിങ് റൂളായിരുന്നു ചൈനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദിസ് ഇസ് ദ മാപ്പ് ഓഫ് ചൈന. ചൈനയിൽ വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പോർട്ട് സിറ്റികളിൽ മാത്രമാണ് ആദ്യ കാലഘട്ടത്തിൽ യൂറോപ്യൻസിന് പെർമിഷൻ ഉണ്ടായിരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് കാൻറ്റൺ ആണ്, അതുപോലെ തന്നെ ഹോങ്കോങ്. ഇനി നമുക്ക് ചൈനീസ് കൊളോണിയലിസത്തിൽ പ്രധാനപ്പെട്ട സ്റ്റേജസ് അല്ലെങ്കിൽ മേജർ ഈവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ചൈനീസ് കൊളോണിയലിസം എന്ന് പറയുന്നത് തുടങ്ങുന്നത് 1800കളാണെങ്കിലും അതിനേക്ക് മുൻപേ, ഒരുപാട് മുൻപേ തന്നെ ചൈനയിലേക്ക് യൂറോപ്യൻസ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി ട്രേഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂറോപ്യൻസ് ചൈനയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ട്രേഡിലൂടെയാണ് കൊളോണിയലിസം അല്ലെങ്കിൽ യൂറോപ്യൻ പെനിട്രേഷനും ചൈനയിലേക്ക് വരുന്നത്. ട്രേഡിലൂടെയാണ്. പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ചൈനയിലേക്ക് ട്രേഡുമായിട്ട് വരുന്നത്. പോർച്ചുഗീസുകാരുടെ ഒരു പ്രധാനപ്പെട്ട ട്രേഡിംഗ് സ്റ്റേഷനാണ് മക്കാവു എന്ന് പറയുന്നത്. അങ്ങനെ പോർച്ചുഗീസുകാരിലൂടെയാണ് യൂറോപ്യൻസ് ചൈനയിലേക്ക് എത്തുന്നത്. പക്ഷേ പോർച്ചുഗീസുകാരിൽ ശേഷം പിന്നീട് കൊളോണിയലിസം ചൈനയിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ചൈനയിലേക്ക് കൊളോണിയൽ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരുടെ കൊളോണിയലിസം മുതലാണ് ശരിക്കും കൊളോണിയൽ റൂൾ അല്ലെങ്കിൽ കൊളോണിയലിസം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് കൊളോണിയലിസത്തിൻ്റെ ആദ്യത്തെ ഫേസ് ആരംഭിക്കുന്നത്. അതാണ് ബൈ ദി ലേറ്റ് 18th century or the early 1800കളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ടാണ് ബ്രിട്ടീഷ് കൊളോണിയലിസം ചൈനയിൽ ആരംഭിക്കുന്നത്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഫേസ്. പിന്നീട് അതിനെ തുടർന്ന് ഓപ്പിയം വാർ ഉണ്ടാകുന്നു. ഓപ്പിയം വാർ വരെയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതുവരെയുള്ള കാലഘട്ടമാണ് നമ്മൾ ഫസ്റ്റ് ഫേസിൽ പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓപ്പിയൻ വാർ പീരീഡ്. ഈ ഒരു പോസ്റ്റ് ഓപ്പിയൻ വാർ പീരീഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹ്യൂമിലിയേഷനാണ്. ട്രീറ്റി ഓഫ് നാൻകിങ് ചൈന സൈൻ ചെയ്യുന്നു 1842. അതിനെ തുടർന്ന് ഒരുപാട് ഹ്യൂമിലിയേഷൻ ചൈനയ്ക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ദെൻ ചൈനയിൽ ഒരുപാട് ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അതിലൊരു പ്രധാനമായിട്ടും ഇൻറ്റേർണൽ പ്രോബ്ലംസിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് തായ്പിങ് റെബലിയൻ ചൈനയിൽ ഉണ്ടാകുന്നത്. അതുവരെയാണ് സെക്കൻഡ് ഫേസിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ആൻഡ് തേർഡ് ഫേസ് ഓഫ് കൊളോണിയലിസത്തിൽ നമ്മൾ പറയുന്നത് സെക്കൻഡ് ഓപ്പിയം വാർ. ചൈനയിൽ 2 ഓപ്പിയം വാർ ഉണ്ടായിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ ഓപ്പിയം വാർ ഉണ്ടാകുന്നു 1856 കൂടിയിട്ട്. അതിനെ തുടർന്ന് കൂടുതൽ യൂറോപ്യൻ പവേഴ്സ് അല്ലെങ്കിൽ വെസ്റ്റേൺ പവേഴ്സ് ചൈനയിലേക്ക് പെനിട്രേറ്റ് ചെയ്തു വരുന്നു. വലിയൊരു ഇൻറ്റേർണൽ പ്രഷർ ചൈനയിൽ ഉണ്ടാകുന്നു. ഈ ഇൻറ്റേർണൽ പ്രഷറിൻ്റെ ഭാഗമായിട്ട് ചൈനയുടെ വീക്ക്നെസ് എന്താണെന്ന് ചൈന റിയലൈസ് ചെയ്യുന്നു. ആൻഡ് ചൈന ട്രൈ ടു റിഫോം ഇൻറ്റേർണലി. സ്വയം അത് ഡെവലപ്പ് ചെയ്യാനും മോഡേണൈസ് ചെയ്യാനും ചൈന ശ്രമിക്കുന്നു. അതാണ് തേർഡ് ഫേസിൽ നമ്മൾ കാണുന്നത്. ആൻഡ് മൂവിങ് ടു ദ ഫോർത്ത് ഫേസ്,
പ്രത്യേകിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വേൾഡ് വാറോട് അടുക്കുന്ന സമയം അല്ലെങ്കിൽ 19th സെഞ്ച്വറിയുടെ അവസാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ കാണുന്നത് കൂടുതൽ യൂറോപ്യൻ പവേഴ്സും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ചൈനയിലേക്ക് കടന്നു വരുന്നു. ചൈനീസ് ട്രേഡിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അതിനെ തുടർന്ന് ദർ വാസ് എ സ്ക്രാമ്പിൾ ഫോർ ചൈനയിൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോളിസി ചൈനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത്. ചൈന വാസ് കട്ടിങ് ടു വാട്ടർമെലൻ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രേസാണ്. ചൈനയെ ഒരു വാട്ടർമെലൻ പോലെ കട്ട് ചെയ്തു എന്ന് പറയുന്നത്. അതായത് എല്ലാ വെസ്റ്റേൺ പവേഴ്സിനും വേണ്ടി കൃത്യമായിട്ട് ചൈനയെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു, പാർട്ടീഷൻ ഓഫ് ചൈന. അതിനെ തുടർന്ന് ഒരു ആൻറ്റി കൊളോണിയൽ റെബല്യൻ ചൈനയിൽ ഉണ്ടാകുന്നു. അതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ബോക്സർ റെബല്യൻ എന്ന് പറയുന്നത്. അതോടുകൂടിയിട്ട് 4th ഫേസ് അവസാനിക്കുകയാണ്. ആൻഡ് മൂവിങ് ടു ദ ഫൈനൽ ഫേസ് എന്ന് പറയുന്നത് ഇറ ഓഫ് നാഷണലിസമാണ്. ആൻറ്റി കൊളോണിയൽ സെൻറ്റിമെൻറ്റ് വളരെ സ്ട്രോങ് ആകുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് ജപ്പാൻ എമർജ് ചെയ്തു വരുന്നത്. പിന്നീട് ജപ്പാൻ സെക്കൻഡ് വേൾഡ് വാറിൽ പരാജയപ്പെടുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ മഞ്ചു ഡൈനാസ്റ്റി ഒരു റെബല്യനിൽ തകർന്നു വീഴുന്നു. നാഷണൽ പാർട്ടി കുമിങ്താങ് പാർട്ടി എമർജ് ചെയ്തു വരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എമർജ് ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നു. നാഷണലിസം എമർജ് ചെയ്തു വരുന്നതോട് കൂടിയിട്ട് കൊളോണിയലിസം ചൈനയിൽ അവസാനിക്കുകയും ഒരു നാഷണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലിബറേഷൻ മൂവ്മെൻറ്റ് ചൈനയിൽ സ്ട്രോങ് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് ചൈന ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്തു. ഇതുവരെയുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചൈനീസ് കൊളോണിയലിസത്തിൽ നമ്മൾ ഓരോ ഫേസസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ഓരോ ഫേസസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ നമുക്ക് കൊളോണിയലിസത്തിന് മുൻപുള്ള ചൈന എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. അതാണ് ഏർലി ഫേസ് എന്ന് പറയുന്നത്. ചൈന ഒരു പോളിസി അഡോപ്റ്റ് ചെയ്തിരുന്നു, ഓർ ഇറ്റ് ഫോളോഡ് എ പോളിസി ഓഫ് ഐസൊലേഷൻ. അതായത് മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ചും വിദേശികൾക്കൊന്നും ചൈനയുമായിട്ട് യാതൊരു വിധത്തിലുള്ള കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല, എക്സെപ്റ്റ് ഫോർ ട്രേഡ് കോൺടാക്റ്റ് മാത്രമേ ഉണ്ടായില്ല. അത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കോൺടാക്റ്റും ചൈനയുമായിട്ട് ഉണ്ടായിരുന്നില്ല. ആൻഡ് ദേ ലിവ്ഡ് വിത്ത് ദ ഐഡിയ ഓഫ് വൺ, meaning that Chinese civilization is the best. Chinese civilization ആണ് ഏറ്റവും ബെസ്റ്റ് സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫീലിങ്ങോട് കൂടി വളരെ പ്രൗഡായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ചൈന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു കോൺടാക്റ്റ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ആൻഡ് ട്രേഡ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ട്രേഡ് റിലേഷൻസ് മാത്രമായിരുന്നു ചൈന മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദർ വാസ് എ ലാക്ക് ഓഫ് മോഡേണൈസേഷൻ വെൻ കമ്പയർഡ് വിത്ത് വെസ്റ്റ്. ദെൻ മഞ്ചു ഡൈനാസ്റ്റി ആയിരുന്നു ചൈനയിൽ കൊളോണിയലിസം വരുന്നതിന് മുൻപുള്ള കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന മഞ്ചു ഡൈനാസ്റ്റി ആയിരുന്നു, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1664. ആൻഡ് ചൈന ഹാഡ് മെയിൻറ്റെയിൻഡ് എ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ഓഫ് ഹെർ ഓൺ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചൈനയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പോളിസി ആയിരുന്നു ചൈന ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയാണ് ട്രേഡ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ആൻഡ് ഈ ട്രേഡിലൂടെയാണ് കൊളോണിയലിസം ചൈനയിലേക്ക് എത്തുന്നത്. ചൈന ഹാഡ് എൻജോയ്ഡ് എ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് വിത്ത് ദ യൂറോപ്യൻസ്. ദ മാരിടൈം ട്രേഡ് വിത്ത് ദ യൂറോപ്യൻസ് വാസ് ബിഗിൻ ബൈ ഏർലി 16th സെഞ്ച്വറി, സ്പെഷ്യലി ത്രൂ ദ പോർച്ചുഗീസ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. പോർച്ചുഗീസുകാരിലൂടെയാണ് യൂറോപ്യൻസ് ട്രേഡിന് വേണ്ടിയിട്ട് ചൈനയിലേക്ക് എത്തുന്നത്. 16ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് പോർച്ചുഗീസുകാർ ചൈനയുമായിട്ട് ഡയറക്റ്റ് ട്രേഡ് കോൺടാക്റ്റ് ആരംഭിക്കുന്നത്. അതിനേക്കാളും മുൻപേ തന്നെ ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് വേൾഡ് എക്കോണമിയിൽ അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒന്നായിരുന്നു. Especially there is a demand for Chinese goods among Europeans and Americans. China looked down on foreigners as outsiders. Europeans were not allowed access to China's interiors. അത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. അതായത് ചൈനീസ് സിവിലൈസേഷൻ ആണ് ബെസ്റ്റ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ അല്ലെങ്കിൽ ഫോറിനേഴ്സിനെയൊക്കെ അവർ ഔട്ട്സൈഡേഴ്സായി അവർ മാറ്റി നിർത്തിയിരുന്നു. ചൈനയുടെ ഇൻറ്റീരിയേഴ്സിലേക്ക് അവർ വിദേശികളെയൊന്നും അവർ അലൗ ചെയ്തിരുന്നില്ല. Foreign trade was restricted to limited ports. The Chinese limited where, how much and when European merchants could trade. പൂർണ്ണമായും ട്രേഡ് ചൈനയുടെ കൺട്രോളിലായിരുന്നു. എവിടെ, എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെ, ഏത് രീതിയിൽ ഏതൊക്കെ വസ്തുക്കൾ ട്രേഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു ചൈന. അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പോർട്ടുകളിൽ മാത്രമായിരുന്നു ചൈന ഫോറിൻ ട്രേഡിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദി ഹൈ ഡിമാൻഡ് ഫോർ ദി ചൈനീസ് പ്രോഡക്ട്സ് ഇൻ ദ വേൾഡ് മാർക്കറ്റ്, എസ്പെഷ്യലി ഇൻ ദ ബ്രിട്ടീഷ് മാർക്കറ്റ്, ചൈനീസ് പ്രോഡക്റ്റുകളായിട്ടുള്ള പൊസലൈൻ, ടീ, സിൽക്ക്, ടീക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ബ്രിട്ടീഷ് മാർക്കറ്റിൽ ചൈനീസ് ടീ എന്ന് പറയുന്നത് വളരെ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ആൻഡ് ചൈനീസ് മാർക്കറ്റ് അൺഫോർച്ചുനേറ്റ്ലി
ചൈനീസ് മാർക്കറ്റിൽ യൂറോപ്യൻ പ്രോഡക്റ്റുകൾക്കൊന്നും ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ചൈന വാസ് എ സെൽഫ് സഫിഷ്യൻറ്റ് വൺ. ചൈനയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ചൈനയിലുണ്ടായിരുന്നു. ഒന്നും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തിരുന്നില്ല ചൈനയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നും ധാരാളം സാധനങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് ചൈന ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളൊന്നും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തില്ല. അതാണ് എ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ഓഫ് ഹെർ ഓൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ട്രേഡിംഗ് പോളിസിയാണ് കൊളോണിയലിസത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. എന്താണ് കൊളോണിയലിസത്തിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ട്രേഡിംഗ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻ ദി 17th and 18th centuries, the demand for the Chinese goods, particularly the silk, porcelain and tea was increased, which created a trade imbalance because China did not receive any European product in return. China exchanged their products for gold and silver and enjoyed a trade surplus. As a result, European silver flowed into China. ഇതാണ് കൊളോണിയലിസത്തേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ട്രേഡ് ഇംബാലൻസ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിലും ധാരാളം വസ്തുക്കൾ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നു, പക്ഷെ തിരിച്ച് ചൈന ഒന്നും ഗുഡ്സുകളൊന്നും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല. ഇങ്ങനെ വന്നപ്പോൾ യൂറോപ്പിൽ നിന്നും ധാരാളം സിൽവറും ഗോൾഡും ചൈനീസ് പ്രോഡക്റ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ ഒരു എക്സ്ചേഞ്ചിലൂടെ ചൈനീസ് പ്രോഡക്റ്റുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിന് പകരമായിട്ട് ധാരാളം സിൽവറും ഗോൾഡുമാണ് ചൈനയിലേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ദർ വാസ് എൻ ഓവർഫ്ലോ ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ് ഇൻ ടു ചൈന. ചൈനയിലേക്ക് ധാരാളമായിട്ട് സിൽവറും ഗോൾഡും എത്താൻ തുടങ്ങുന്നു. ഇതൊരു ഇംബാലൻസ് ആണ്, ട്രേഡ് ഇംബാലൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിംഗ് പാറ്റേൺ ആണ് യൂറോപ്യൻസിനെ അല്ലെങ്കിൽ വെസ്റ്റേൺ പീപ്പിളിനെ ചൈനയെ ഏത് തരത്തിലെങ്കിലും കോൺകർ ചെയ്യണം, അല്ലെങ്കിൽ ചൈനയെ ഏത് തരത്തിലെങ്കിലും ട്രേഡിംഗ് പോളിസി ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ലീഡ് ചെയ്യുന്നത്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് കാന്റൺ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാന്റൺ സിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദി മിഡ് 17th century, confined the sea trade to Canton. കാന്റൺ എന്ന് പറയുന്ന സദേൺ പോർട്ട് സിറ്റിയിൽ അതുപോലെ തന്നെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള 1-2 പോർട്ട് സിറ്റികളിലും ദെൻ 13 ഫാക്ടറീസ് എന്നറിയപ്പെടുന്ന ചൈനീസ് മെർച്ചൻസ് കാന്റൺ എന്ന് പറയുന്ന മേജർ പോർട്ട് സിറ്റി, ദെൻ അലൗ ചെയ്തിട്ടുള്ള 1 or 2 പോർട്ട് സിറ്റീസ് അലോങ് വിത്ത് ദി ചൈനീസ് മെർച്ചൻസ് വർ പോപ്പുലർലി നോൺ ആസ് 13 ഫാക്ടറീസ്. ഇവരിലൂടെ മാത്രമേ ചൈനയുടെ ഫോറിൻ ട്രേഡ് നടന്നിരുന്നുള്ളൂ. ഇതിനെയാണ് കാന്റൺ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. 17ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ് ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വന്നപ്പോൾ ചൈനയിലേക്ക് ഫോറിൻ ട്രേഡ്, ചൈനയിലുണ്ടായിരുന്ന ഫോറിൻ ട്രേഡ് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് യൂറോപ്യൻസിന് ഫീൽ ചെയ്തിരുന്നത്. കാരണം മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും യൂറോപ്യൻസിനുണ്ടായിരുന്ന ട്രേഡ് റിലേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൈനയിലുണ്ടായിരുന്ന ട്രേഡ് റിലേഷൻസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അവർക്ക് ഒട്ടും തന്നെ ഫ്രീഡം അവർക്ക് അവിടെ ഉണ്ടല്ല. ഇന്ത്യയിലെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തും അവർക്ക് ബ്രിട്ടീഷുകാർക്ക് അതുപോലെ തന്നെ ഫ്രാൻസുകാർക്കൊക്കെ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷേ ചൈനയിൽ അവരുടെ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് യൂറോപ്യൻസിന് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഒന്ന് ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്ന ചൈനയുടെ ട്രേഡിംഗ് പോളിസി, ദെൻ കാന്റൺ സിസ്റ്റം, ഇതെല്ലാം ചൈനീസ് ട്രേഡിംഗ് പോളിസി അല്ലെങ്കിൽ ഇതെല്ലാം ചൈനയോടുള്ള ഒരു ഹോസ്റ്റിലിറ്റി വർദ്ധിക്കാനായിട്ട്, യൂറോപ്യൻസിൻ്റെ ഇടയിൽ വർദ്ധിക്കാനായിട്ട് അതൊരു കാരണമായി എന്നുള്ളതാണ്. പിന്നീടാണ് ബ്രിട്ടൻ തൻ്റെ സ്ട്രാറ്റജിയൊക്കെ ചേഞ്ച് ചെയ്യുന്നു. ബ്രിട്ടൻ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് കമ്പനി 1600 ഫോം ചെയ്തുള്ള ട്രേഡിംഗ് കമ്പനിയുമായിട്ടാണ് ബ്രിട്ടീഷുകാർ എല്ലാ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ട്രേഡ് പർപ്പസിന് വേണ്ടിയിട്ട് അവർ പോകുന്നത്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ചൈനയിലേക്ക് എത്തുന്നു, ട്രേഡിന് വേണ്ടി വരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ട്രേഡ് എന്ന് പറയുന്നത് അവരുടെ ഇമ്പീരിയലിസവുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ട്രേഡ് എന്ന് പറയുന്നത് മിയർ എക്കണോമിക് പർപ്പസ് ആയിരുന്നില്ല, ട്രേഡിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ പർപ്പസും കൂടി ഉണ്ടായിരുന്നു. അതാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ദേ വോണ്ട് ടു എംപവർ ദെയർ കൺട്രി, ദേ വോണ്ട് ടു എംപവർ ദെയർ നേഷൻ ബൈ കളക്ടിങ് മോർ വെൽത്ത്. കൂടുതൽ വെൽത്ത് സമ്പാദിക്കുക, കൂടുതൽ കോളനികൾ ക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ സ്വന്തം രാജ്യത്തിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യുക. അതായിരുന്നു ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ട്രേഡ് എന്ന് പറയുന്നത് ഇമ്പീരിയലിസത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ
കൊളോണിയലിസം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഘടകമായിരുന്നു ബ്രിട്ടീഷ് ട്രേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ട്രേഡ് ആരംഭിക്കുന്നു. പക്ഷേ ബ്രിട്ടീഷ് ട്രേഡിംഗ് പോളിസീസ് ചേഞ്ച് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷമാണ്. ഇൻഡസ്ട്രി റെവല്യൂഷന് ശേഷം ബ്രിട്ടനിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് പുതിയതായിട്ട് എമേർജ് ചെയ്തു വരുന്നു. ഈ ഇൻഡസ്ട്രീസിനൊക്കെ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ അല്ല. ഈ റോ മെറ്റീരിയൽസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയിട്ട് ഒരുപാട് കോളനികൾ ക്രിയേറ്റ് ചെയ്യുകയും അവിടെ നിന്നും ധാരാളം റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ബ്രിട്ടനിൽ വലിയൊരു ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിക്കുന്നത്. ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണ് ബ്രിട്ടൻ്റെ ട്രേഡിംഗ് പോളിസി മാറുന്നത്. ബിഗിനിങ് ഓഫ് കൊളോണിയലിസം, എസ്പെഷ്യലി ഇൻഡസ്ട്രി റെവല്യൂഷന് ശേഷമാണ് കൊളോണിയലിസം തന്നെ തുടങ്ങുന്നത്. ബ്രിട്ടീഷ് കൊളോണിയലിസം തുടങ്ങുന്നത് തന്നെ ഈ ഇൻഡസ്ട്രി റെവല്യൂഷന് ശേഷമാണ്. ഈ കൊളോണിയലിസത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മേജർ മോട്ടീവ് എന്ന് പറയുന്നത് എക്കണോമിക് മോട്ടീവാണ്. ദാറ്റ് ഈസ് അക്യുമുലേഷൻ ഓഫ് മോർ വെൽത്ത് എന്ന് പറയുന്നത്. ബ്രിട്ടൻ വാണ്ടഡ് സീ, സിൽക്ക്, കോട്ടൺ ആൻഡ് പൊർസലെയിൻ ആൻഡ് ബ്രിട്ടീഷ് ഹാഡ് ടു യൂസ് സിൽവർ ടു ബൈ ദി ചൈനീസ് പ്രോഡക്ട്സ്. ചൈനീസ് പ്രോഡക്റ്റുകൾ വാങ്ങണമെങ്കിൽ എന്ത് വേണം? സിൽവർ വേണം, അല്ലെങ്കിൽ ഗോൾഡ് വേണം. അപ്പോൾ ബ്രിട്ടനിൽ നിന്നും ധാരാളമായിട്ട് സിൽവർ ഈ ചൈനീസ് പ്രോഡക്റ്റുകൾ വാങ്ങുന്നതിൻ്റെ പേരിൽ ചൈനയിലേക്ക് എത്താൻ തുടങ്ങി. Many other countries also wanted China, thus it was important for Britain to control China's raw materials for power. മറ്റെല്ലാ രാജ്യങ്ങളും ചൈനയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയിലേക്ക് ഒരു ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാ രാജ്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടന് നന്നായിട്ടറിയാം ഏറ്റവും ആദ്യം ചൈനയെ കോൺക്കർ ചെയ്യുക, അല്ലെങ്കിൽ ചൈനയുടെ എക്കോണമീനെ കീഴടക്കുക എന്നുള്ളതാണ് ഇതിൽ വിജയിക്കാവുന്ന ഒരു സാധ്യത എന്നുള്ളത് ബ്രിട്ടന് നന്നായിട്ട് അറിയാമായതുകൊണ്ട് തന്നെ ബ്രിട്ടൻ്റെ ട്രേഡിംഗ് പോളിസീസ്, ഡിപ്ലോമസി, ഇതൊക്കെ ചൈനീസ് എക്കോണമീനെ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചൈനീസ് എക്കോണമീനെ കോൺക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. Due to large population, Britain expected lots of profits from trading with China, but unfortunately, ചൈനയിൽ നിന്നുമുള്ള പ്രോഫിറ്റ് ബ്രിട്ടന് യഥാർത്ഥത്തിൽ ലഭിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് wanted to expand trade with China. In 1793, King George III sent Lord George Macartney on a mission to the court of Qing dynasty, and he tried to convince the Chinese to open up more port cities to British merchants. അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് ജോർജ് മൂന്നാമൻ രാജാവ്, ബ്രിട്ടീഷ് രാജാവ്, ചൈനയിലേക്ക് ക്വിങ് ഡൈനാസ്റ്റിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ലോർഡ് ജോർജ് മെക്കാർട്ടിനെ നയിക്കുന്നു. അംബാസിഡർ ജോർജ് മെക്കാർട്ടിനെ നയിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് മെക്കാർട്ടിനെ നയിച്ചതെന്ന് വെച്ചാൽ ചൈനയെ കൂടുതൽ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ കൂടുതൽ പോർട്ട് സിറ്റീസ് ബ്രിട്ടീഷ് ട്രേഡിന് വേണ്ടി മാത്രമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മെക്കാർട്ടിനി മിഷനെ ചൈനയിലേക്ക് അയച്ചത്. പക്ഷേ ആ മിഷൻ ഒരു ഫെയിലിയർ ആയിരുന്നു. ഗ്രാജുവലി ഇത് 1793 അതായത് ഇൻഡസ്ട്രി റെവല്യൂഷൻ്റെ തുടക്കമാണ് ഈ പറയുന്നത്. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് പിന്നീട് വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തു ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം. ആൻഡ് ബ്രിട്ടീഷ് കൊളോണിയലിസം ശരിക്കും ചൈനയിൽ ആരംഭിക്കുന്നത് ഓപ്പിയം വാറോട് കൂടിയിട്ടാണ്. എന്താണ് ഇനി ഓപ്പിയം വാർ? അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്.